നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അങ്ങനെ നമ്മൾ കാണുന്ന കലാവതി അച്ചമ്മയുടെ 80ാം പിറന്നാളാണ്. അപ്പോൾ 80ാം പിറന്നാൾ ആഘോഷിക്കാൻ സച്ചി രേവതിയൊക്കെ തീരുമാനിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ആഘോഷിച്ചാൽ മാത്രം പോലല്ലോ, അച്ചമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ എന്ത് ഗിഫ്റ്റ് കൊടുക്കും? ആകെപ്പാടെ സച്ചിക്ക് കൺഫ്യൂഷനായി. അവസാനം രേവതിയായിട്ട് കൂടി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു മാല വാങ്ങിച്ചു കൊടുത്താലോ. സച്ചിക്ക് സമ്മതമായിരുന്നു. കാരണം തന്നെ വളർത്തി വലുതാക്കിയത് അച്ചമ്മയാണ്. താൻ ചെറുപ്പം മുതൽ അവിടെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ചമ്മയ്ക്കൊരു മാല വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും. പക്ഷെ അതിന് കുറേ പണം വേണം. രേവതി പറഞ്ഞു, പണത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു ചോദിക്കാം, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ നോക്കട്ടെ. അത്യാവശ്യം 3-5 പലിശക്കാരിയൊക്കെ സച്ചിക്ക് അറിയായിരുന്നു. അങ്ങനെ സച്ചി എന്ത് ചെയ്യുവാണ്, അങ്ങനെ പലിശയ്ക്ക് പോയി പൈസ ചോദിക്കുകയാണ്. കുറേ അടുത്ത് പോയി ചോദിച്ചു, പക്ഷെ ഒരിടത്തൊന്നും കിട്ടിയില്ല. അവസാനം സച്ചി നിരാശയോടുകൂടി വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് രേവതിയോട് കാര്യങ്ങളൊക്കെ പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും സച്ചേട്ടാ എന്ന് ചോദിക്കണം. എനിക്കറിയില്ല, അച്ചമ്മയുടെ കാര്യം ഓർത്തിട്ട് നല്ല സങ്കടമുണ്ട്, പാവം. അതിന് നമ്മളൊക്കെ അല്ലാതെ വേറെ ആരാ വാങ്ങിച്ചു കൊടുക്കാനുള്ളേ? കാരണം ഈ പറയുന്ന ശ്രുതിയോ അവരാരും വാങ്ങിച്ചു കൊടുക്കില്ലെന്നറിയാം. പിന്നീട് രേവതി പറഞ്ഞു, എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്ന് പറയണം. ഐഡിയോ? എന്ത് ഐഡിയ? അത് വേറൊന്നും അല്ല സച്ചേട്ടാ, അമ്മയുടെ കയ്യിൽ എൻ്റെ സ്വർണ്ണം ഇരിപ്പില്ലേ, ആ സ്വർണ്ണം എടുത്ത് നമുക്ക് അങ്ങോട്ടേക്ക് പടയം വെക്കുവോ എന്തെങ്കിലും ചെയ്താലോ. അപ്പൊ കുറച്ച് ക്യാഷ് കിട്ടും. അത് വെച്ച് നമുക്ക് അച്ചമ്മയ്ക്ക് മാല മേടിച്ചു കൊടുക്കാം. അല്ല, അതെങ്ങനെ ശരിയാവുന്നേ? നീ ശബ്ദം ചെയ്തിരിക്കുന്നല്ലേ ആ സ്വർണം വാങ്ങില്ലാന്ന്. എനിക്ക് വേണ്ടി അല്ലല്ലോ സച്ചേട്ടാ അത് വാങ്ങിക്കുന്നേ. അതെ, അച്ചമ്മയ്ക്ക് മാല മേടിക്കാൻ വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്കെന്താ, ഞാൻ ആ സ്വർണം മേടിച്ചെടുത്തില്ലെന്നല്ലേ പറഞ്ഞിരിക്കണമെന്ന് ചോദിക്കോ. അത് ശരിയാ, നല്ല കാര്യമാണല്ലോ. പിന്നീട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്. അതിനുശേഷം രണ്ടുപേരും കൂടെ രവീന്ദ്രന്റെ അടുത്തേക്ക് വന്നു. രവീന്ദ്രന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒരു കാര്യം ചെയ്യണം, അമ്മേന്റെ കയ്യിൽ നിന്ന് ആ സ്വർണം ഒന്ന് വാങ്ങിച്ചു തരാമെന്ന് ചോദിക്കും. എന്താടാ പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അത് പിന്നെ വേറൊന്നും അല്ല, നിന്റെ ഭാര്യയുടെ സ്വർണ്ണം അല്ലേ, അതിപ്പോ എപ്പോ വെള്ളം നിനക്ക് വാങ്ങിച്ച് ഇവൾക്ക് കൊടുക്കാലോന്ന് പറയാ, അതിന് എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കും. അതല്ല അച്ഛാ, അത് പിന്നെ അച്ചമ്മയുടെ 80ാം പിറന്നാളാ വരുന്നേ. അപ്പൊ 80ാം പിറന്നാളിൽ അച്ചമ്മയ്ക്ക് എന്തേലും വാങ്ങിച്ചു കൊടുക്കണമല്ലോ എന്ന് പറയാ. അല്ല, എന്ത് വാങ്ങിച്ചു കൊടുക്കാനായിട്ട്? ഒരു മാല വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയണം. ആണോ? അല്ല, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ, അത് വാങ്ങിക്കാൻ പറയണം. അല്ല, അത് വാങ്ങിച്ചിട്ട് എന്താ പണയം വെക്കോ എന്തേലും ചെയ്യാം. ഒന്നെങ്കിൽ അത് കൊടുത്തിട്ട് ഒരെണ്ണം പകരം മാറി മേടിച്ചാൽ മതിയല്ലോ, ഒരു മാല കൊടുത്തിട്ട്. അപ്പം അച്ചമ്മയ്ക്ക് എന്താണെങ്കിലും അത് മതിയെന്ന് പറയണം. അത് നല്ല കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറയണം. അങ്ങനെ സച്ചി എന്ത് ചെയ്യുവാണ്, രവീന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, ഈ സമയം ശ്രുതി അവിടെ ഉണ്ടായിരുന്നു. ശ്രുതി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേരും സംസാരിക്കുന്ന കണ്ടു. എന്തായിരിക്കും എന്ന് ഓർത്ത് വന്ന് ചെവി കുറിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ കേൾക്കണേ. സ്വർണം, ദൈവമേ, രേവതിയുടെ സ്വർണത്തിന്റെ കാര്യമുള്ള പറയണേ. അപ്പൊ സ്വർണം സച്ചിക്ക് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. അത്ര മാത്രമേ കേട്ടുള്ളൂ. പിന്നെ അത് പണയം വെക്കുന്ന കാര്യത്തെക്കുറിച്ചോ വേറെ മാറ്റി മേടിക്കുന്ന കാര്യത്തെക്കുറിച്ചോ ഒന്നും കേട്ടില്ല. ഇത് കേട്ടപ്പോൾ ശ്രുതിയുടെ നെഞ്ചു വിങ്ങി. വെറുതെ ഒന്നുമല്ല, തലേ ദിവസമാണ് ആ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിരിക്കുന്നത്. രേവതിയുടെ സ്വർണം ചന്ദ്രമതിയോട് പറഞ്ഞ് ശ്രുതി കൊണ്ട് പണയം വെച്ചിരിക്കുക. ശ്രുതിയുടെ പിടിപ്പുകേട് കൊണ്ട് 3-4 ലക്ഷം രൂപ കടയിൽ നഷ്ടം വന്നായിരുന്നു. അപ്പൊ അതിനു വേണ്ടി മറിക്കാൻ വേണ്ടി കൊണ്ടേ വെച്ചിരിക്കുമെന്നൊരു ചിന്ത വന്നു. പണയം വെക്കുകയല്ല ചെയ്തേ, അത് ശരിക്കും വിൽക്കുക ചെയ്തേ. ചന്ദ്രമതിക്ക് പോലും അത് അറിയത്തില്ല വിൽക്കുക ചെയ്തെന്നുള്ള കാര്യം. പിന്നീട് ശ്രുതിക്ക് ആ പടം നെഞ്ചിടിപ്പായി. ഇങ്ങനെ പോയിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അവസാനം ശ്രുതി ചന്ദ്രമതിയെ വിളിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രമതി ഭാമയുടെ അരിയിലായിരുന്നു. ഭാമയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയുടെ കോള് വരുന്നേ. അമ്മ ഇത് എവിടെയാന്ന് ചോദിക്കുകയാണ്. ഞാൻ ഭാമയുടെ അടുത്ത്. ശരി, ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറയാം. എന്താടാ? അതൊക്കെ വന്നിട്ട് പറയാം, ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല എന്ന് പറയണം. അങ്ങനെ ശ്രുതി എന്ത് ചെയ്യുവാണ്, മരണവെപ്രാളത്തോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുവാണ്. ഈ സമയത്ത് ചന്ദ്രമതിയും ഭാമയും കൂടെ സംസാരിക്കുകയാണ്. അപ്പം ഭാമയോട് ചന്ദ്രമതി കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് ഇനിയിപ്പോൾ ഭാമ പറഞ്ഞു, നീ എന്ത് പരിപാടി ചന്ദ്ര കാണിച്ചേ? ശ്രുതിക്ക് വേണ്ടി നീ ഇങ്ങനെ ഇത്ര ത്യാഗം ചെയ്യേണ്ട കാര്യം എന്തായിരിക്കണേ? നിന്റെ മക്കളെല്ലാം നിനക്ക് ഒരേപോലെയല്ലേ, സച്ചിയും അതേപോലെ തന്നെ ശ്രീകാന്തും ഒക്കെ. പിന്നെ ശ്രുതിക്ക് മാത്രം നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നേ? അവനാണെങ്കിലോ കള്ളന് കഞ്ഞി വെച്ചവനാ. എടി, അവന് വേണ്ടി നീ ഇത്ര ത്യാഗവും ചെയ്യേണ്ട കാര്യമില്ല. എങ്ങാനി രവിയേട്ടൻ പിടിച്ചിട്ടുണ്ടെങ്കിലോ, ഇനി രേവതി എങ്ങനെ സ്വർണം ചോദിച്ചാലോ? അവള് ചോദിക്കത്തൊന്നുമില്ല. അവൻ പണയം വെച്ചേക്കുമെന്ന് പറഞ്ഞ് അപ്പത്തേനും എടുത്തു കൊടുക്കാലോ. അവന് ക്യാഷ് ആയി കഴിയുമ്പോൾ അവൻ അത് എടുത്തോളും. ഞാൻ അതേപടി തന്നെ കൊണ്ടുപോയി അലമാരിക്കകത്ത് വെച്ചാൽ മതിയല്ലോ. ഇതിപ്പോ അവിടെ ഇരുന്നാലും പൊലിക്കാനൊന്നും പോകുന്നില്ലോ എന്ന് പറയാം. അങ്ങനെയാണ്, കുഴപ്പമില്ലാന്ന് പറയാണ്. അപ്പോഴേക്കുമാണ് ശ്രുതിയുടെ വരവ്. ശ്രുതി വന്നിട്ട് ചന്ദ്രമതിയോട് അമ്മ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാം. പ്രശ്നോ? എന്ത് പ്രശ്നം? അത് വേറൊന്നും അല്ലമ്മേ. എന്താടെ കാര്യം? അത് പിന്നെ അമ്മേ, അതെ, ഇന്ന് മിക്കവാറും ആ സ്വർണം ചോദിക്കൂന്ന് പറയാണ്.
സ്വർണം ചോദിക്കുന്നോ? നീ എന്താടാ പറയണേ? അതെ, അച്ഛനോട് അവർ സ്വർണത്തെക്കുറിച്ച് ചോദിക്കുന്ന കേട്ടു. അമ്മ വരട്ടെ എന്നൊക്കെ പറയുന്നത് കേട്ടു. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഞാൻ ആകെപ്പാടെ പെട്ടുപോകുന്നു പറയണ. എടാ, ഇനി എന്താ ചെയ്യുന്ന? ഒരു കാര്യം ചെയ്യാം. നീ എത്രയും പെട്ടെന്ന് എങ്ങനെയും പൈസ ഉണ്ടാക്കി അത് പോയി എടുക്ക. നിന്റെ അക്കൗണ്ടിൽ പൈസ കിടപ്പുണ്ടല്ലോ, അതെടുത്തിട്ട് നീ ആ സ്വർണം പോയി എടുക്കാൻ പറയാണ്. അല്ല, അത് പിന്നെ അമ്മേ, ഞാൻ ഒരു പ്രശ്നമുണ്ട്. എന്ത് അമ്മേ? അത് ഞാൻ വിറ്റെന്ന് പറയണ. എടാ മഹാപാവി, നീ അത് വിറ്റോ? വിറ്റമ്മേന്ന് പറയണ. കേട്ടപാടി എന്ത് ചെയ്യണം? ചന്ദ്രമതി തലങ്ങും വിലങ്ങും അടിക്കണം. നീ എന്ത് പരിപാടിയാ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് അവസാനം സുതി നിലത്ത് വീണു. ചന്ദ്രമതി നിർത്താൻ ഭാവില്ല. അവസാനം ഭാമ വന്ന് തടയുവാണ്. അതെ ചന്ദ്ര, നീ എന്ത് പരിപാടിയായി കാണിക്കുകയും ചോദിച്ചോണ്ട്. പിന്നല്ലാതെ ഇവൻ കാണിച്ച നെറികേട് കണ്ടോ? എങ്ങാനും ഇനി ആ സ്വർണത്തെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ദൈവമേ, ഏത് നേരത്താണോ എന്തോ അയ്യോ ഇവനത് എടുത്തു കൊടുക്കാൻ തോന്നിയത്. ചന്ദ്രമതി നെഞ്ചത്തടി തുടങ്ങി. ഈ സമയം ഭാമ പറഞ്ഞു, ഇനിയിപ്പോൾ സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് ആ സ്വർണ്ണക്കടക്കാരനെ വിളിച്ചു ചോദിക്കാം ആ കൊടുത്ത സ്വർണം അവിടെ ഉണ്ടോന്ന്. അങ്ങനെ സുതി അപ്പം തന്നെ ആ സ്വർണ്ണക്കടക്കാരനെ വിളിക്കുവാണ്. വിളിച്ചിരിപ്പോൾ അയാൾ പറഞ്ഞു, അതൊക്കെ അപ്പം തന്നെ ഉരിക്കൂലോ എന്ന് പറയണം. അത് ഞങ്ങൾ ഉരുക്കി കട്ടയാക്കി മാറ്റിയെന്ന് പറയണം. ദൈവം, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവസാനം ചന്ദ്രമതി പറഞ്ഞു, എടാ മഹാപാപി, നീ എല്ലാം തൊലച്ചല്ലോ എന്നും പറഞ്ഞ് വീണ്ടും അടിക്കുവാണ്. അങ്ങനെ സുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുതി പെട്ടെന്ന് പറഞ്ഞു, അമ്മേ, ഞാൻ അതിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാം ഫോണിനകത്ത് ആ സ്വർണത്തിന്റെ. ആ അതാ കൊള്ളാലോ. ഭാമ പറഞ്ഞൊരു കാര്യം ചെയ്യേ, അതേപോലെ തന്നെ സ്വർണം മേടിച്ചാൽ മതിയല്ലോ ചന്ദ്രയെന്ന് പറയണം. അതുപോലത്തെ സ്വർണം മേടിക്കാനാ? അതിനുള്ള പൈസയൊന്നും ഇല്ലാന്ന് പറയണ. ഒരു കാര്യം ചെയ്യാം, ഗോൾഡ് വാങ്ങാം. അതാണ് പിന്നെ കുഴപ്പമില്ലല്ലോ, ആർക്കും ഒരു സംശയം തോന്നത്തില്ല. അവൾക്ക് വല്ല ഫംഗ്ഷനോ വല്ല ഇട്ടുകൊണ്ട് പോകാനായിരിക്കും എന്ന് പറയണം. എന്നാൽ ശരി, അങ്ങനെ ചെയ്യാന്ന് പറയണം. അങ്ങനെ അവർ പോയി അതേപോലെ തന്നെയുള്ള ഗോൾഡ് കമ്മല്, മാല, വള അങ്ങനെ എല്ലാം മേടിക്കുവാണ്. മേടിച്ച് ചന്ദ്രമതി സന്തോഷത്തോടു കൂടിയിട്ടാണ് പോകുന്നത്. തൽക്കാലം രക്ഷപ്പെട്ടു. ഇപ്പൊ പണയം വെക്കാനും വിൽക്കാനൊന്നും പോകുന്നില്ലോ എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. ഈ സമയത്ത് രേവതിയും സച്ചി അവരെല്ലാവരും ആഹാരം കഴിക്കാതിരിക്കണം. അപ്പോഴേക്കും വർഷ ശ്രീകാന്തം വന്നു. അപ്പം അമ്മ എന്തിയെന്ന് ചോദിച്ച് ശ്രീകാന്ത് ചോദിച്ചപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അമ്മ ഭാമാൻ്റെ അടുത്ത് പോയേക്കുവെന്ന് പറയണം. അങ്ങനെ ആഹാരം കഴിക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിക്കൊരു മുടി കിട്ടുവാണ് പ്ലേറ്റിനകത്തുനിന്ന്. സച്ചി പറഞ്ഞു, ഇന്ന് നോക്കിയേ, ഇതെന്ത് നീളമാണോ മുടിയാച്ചാ? ഇപ്പം മുടി ഇട്ടാണോ എല്ലാവരും ഇവിടെ ചോറുണ്ടാക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, എടാ അറിയാതെ വീണതായിരിക്കും, എന്ത് ചെയ്യാൻ പറ്റും, ഇത്ര പെണ്ണുങ്ങളുള്ള വീടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാലും വെച്ചാ ഇത്ര നീളമുള്ള മുടി ഇത് ആരുടെ ആയിരിക്കും? അപ്പോഴേക്കും വർഷ പറഞ്ഞു, എൻ്റെ അല്ലെന്ന് പറയാണ്. എനിക്ക് ഇത്ര നീളമാണോ മുടിയില്ലാന്ന് പറയണം. ശ്രുതി പറഞ്ഞു, ഞാൻ കണ്ടീഷണർ ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, എൻ്റെ മുടി അങ്ങനെ പൊഴിയാറൊന്നുമില്ല, ഹെയർ ഫാളൊന്നും എനിക്കില്ലാന്ന് പറയണം. അപ്പോഴേക്കും രേവതി പറഞ്ഞു, എൻ്റെ ആയിരിക്കും സച്ചേട്ടാ, ക്ഷമിക്കൊരു തവണത്തേക്കെന്ന് പറയണം. സച്ചി പറഞ്ഞു, എന്നാലും ഇത്രയും വലിയ മുടിയെ സംഭവിച്ചു തന്നിരിക്കുന്നു നിന്നെന്നൊക്കെ പറയണം. പിന്നീട് സച്ചി പറഞ്ഞു, എന്തോ പണ്ട് അച്ഛമ്മ പറയായിരുന്നു, നീ മുടി കിട്ടിയ കഷ്ടകാലമാന്ന്. ഇത് കേട്ടപ്പം രവീന്ദ്രൻ പറഞ്ഞു, അതൊക്കെ ചുമ്മാ പറയുന്നാടാ, അല്ല എന്തോ വലിയ ഊരാക്കുടുക്ക് വരുന്നുണ്ടെന്ന് തോന്നേ. എൻ്റെ അച്ഛമ്മ പറഞ്ഞ അതൊക്കെ അച്ചട്ടും ആവാറുള്ളൂ, അച്ഛമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്ക് ഭയങ്കര ടെൻഷൻ, ഇനി എന്തായിരിക്കും പോലും വരാൻ പോകുന്നേ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് കയറി വരുന്നുണ്ടപ്പോൾ ശ്രുതി ചോദിച്ചു, അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ ഒരുമിച്ചെന്ന് ചോദിക്കുക? അതെന്താ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വന്നുകൂടെയെന്ന് ചോദിക്കുക. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അത് വഴിക്ക് വെച്ച് അമ്മയെ കണ്ടു, അപ്പം ഞാൻ പിക്ക് ചെയ്ത് കൊണ്ടുവന്നാന്ന് പറയണം. പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്ര വന്നിരുന്ന് ആഹാരം കഴിക്കാൻ പറയണം. ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞാണ്, പിന്നെ കഴിച്ചോളാന്ന് പറയണം. പിന്നീട് ചന്ദ്രമതി അകത്തേക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും രവീന്ദ്രൻ പറഞ്ഞു, നീ അങ്ങോട്ട് പോകാൻ നിൽക്കുക, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയണം. രവീന്ദ്രൻ പെട്ടെന്ന് ആഹാരം കഴിച്ചിട്ട് വന്നു. അപ്പോഴേക്കും ബാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ചന്ദ്രേ നീയേ ആ സ്വർണം എടുത്ത് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറയണേ. ഏത് സ്വർണം? എന്താ നിനക്ക് സ്വർണത്തെക്കുറിച്ചൊന്നും അറിയില്ലേന്ന് ചോദിക്കുകയാണ്. സ്വർണം ഏതാണെന്ന് അറിയത്തില്ല, രേവതിയുടെ സ്വർണം. ഓ അതിപ്പോ ഇവൾക്ക് വേണോ? ഇവള് വേണ്ടാന്ന് പറഞ്ഞ് വെല്ലു വിളിച്ചിട്ട് പോയതാണല്ലോ, എന്നിട്ടിപ്പോ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ എന്താ കാര്യം എന്താന്ന് ചോദിക്കണം. അത് വേറൊന്നുമല്ല, അതെ അവൾക്ക് എന്തോ ഒരു ആവശ്യമുണ്ടെന്ന് പറയാണ്. ഓ ഇവള് വലിയ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ട് വലിയ ശബ്ദമൊക്കെ നടത്തിയിട്ട് ഇപ്പൊ അവൾക്ക് സ്വർണം വേണോ അല്ലേ എന്നൊക്കെ ചന്ദ്രമതി പറയണം. പക്ഷെ രവീന്ദ്രൻ പറഞ്ഞത് അവളുടെ സ്വർണം അല്ലേന്ന് ചോദിക്കും. സച്ചി പറഞ്ഞു, എൻ്റെ അച്ഛമ്മയും എൻ്റെ അച്ഛനും കൂടെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും കൂടെ വാങ്ങിയതാ, അല്ല അമ്മയുടെ സ്വർണ്ണം ഒന്നല്ലോ, അമ്മയ്ക്ക് തന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. പിന്നെ രേവതി ഇടുവോ ഇടാതിരിക്കുക, അത് രേവതിയുടെ ഇഷ്ടമെന്ന് പറയണം. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, പോയി സ്വർണം എടുത്തുകൊണ്ട് വരാൻ പറയണം. ചന്ദ്രമതി പറഞ്ഞു, എനിക്കിപ്പോൾ എന്താ എടുത്തു കൊടുക്കുന്നതിന് കുഴപ്പം? അല്ല മുറിയിലല്ലേ ഇരിക്കണേ, ഞാനത് എടുത്തോണ്ട് കൊടുക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലേലും എൻ്റെ കയ്യിലിരുന്നിട്ട് എന്ത് ചെയ്യാനാ എന്നൊക്കെ ചന്ദ്രമതിയിൽ ഒഴുക്കാൻ പറ്റി പറയണം. ആയിക്കോട്ടെ എന്ന് അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു. ചന്ദ്രമതിയുടെ ഉള്ളു പടയ്ക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രമതി അകത്ത് പോയി തൻ്റെ കയ്യിലാ സ്വർണ്ണം ഇരിക്കുന്നേ, സ്വർണ്ണമല്ല മൂക്ക് പണ്ടം ഇരിക്കുന്നേ, അലമാരിക്ക് എടുത്തുകൊണ്ട് വന്നാന്നും പറഞ്ഞുകൊണ്ട് പോയി എടുത്തുകൊണ്ട് വരുവാണ്. എടുത്തുകൊണ്ട് വന്ന് സച്ചിയിലേക്ക് കൊടുത്തു. ഇത് കെട്ടിക്കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, വാ നമുക്ക് പോകാമെന്ന് പറയാണ്.
അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ചന്ദ്രമതി ചോദിച്ചു, അല്ല എന്തിനാ രവേട്ടാ ഇവരെന്തിനാ സ്വർണം കൊണ്ട് പോണേന്ന് ചോദിക്കും. അതെന്തിനൊരു ആയിക്കോട്ടെ, നീ എന്തിനാ അറിയണേ, നിന്റെ സാധനമൊന്നും അല്ലല്ലോ എന്ന് പറയാ. എന്നാലും നീ നിന്റെ കാര്യം നോക്കാൻ പറയണം. ഈ സമയം സുധി ചന്ദ്രമതി പറഞ്ഞു, അമ്മേ വല്ല പണയം വെക്കാനും വല്ലതും കൊണ്ടുപോയതാണോ? അങ്ങനെ ആയിരിക്കില്ലടാന്ന് പറയണം. ധീമേ അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് പറയണം. ഈ സമയത്ത് സച്ചിൻ രേവതിയും കൂടെ ആ സ്വർണവുമായിട്ട് നേരെ സ്വർണ്ണക്കടയിലേക്കാ പോകുന്നത്. അങ്ങനെ കടയിൽ ചെന്നു. അപ്പോൾ ആ കടക്കാരനായിട്ട് പരിചയമില്ലെങ്കിലും ആ കടയിലെ വേറൊരു അവിടെ അനുജനുണ്ടായിരുന്നു. ആ കടയിൽ നിന്നാണ് രേവതി സ്വർണ്ണമൊക്കെ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് രേവതി എന്നിട്ട് പറഞ്ഞു, അതെ ഈ കടയുടെ ചേട്ടൻ്റെ അനുജൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ ഈ സ്വർണം വാങ്ങിയത് എന്ന് പറയണം. വേറൊരു കടയും കൂടി ഇല്ലേ നിൽക്കും ഉണ്ടെന്ന് പറയണം. അവിടെ നിന്നാണ് വാങ്ങിയെന്ന് പറയണം. ആണോ? അതെ ഞങ്ങൾക്ക് കുറച്ച് സ്വർണ്ണം അങ്ങ് തരാനുണ്ട്, എന്നിട്ട് ഞങ്ങൾക്ക് പകരൊരു മാല മേടിക്കാനെന്ന് പറയണം. എന്നാൽ ശരി മാല നോക്കാൻ പറയണം. അങ്ങനെ മാലയൊക്കെ നോക്കി ഒരെണ്ണം സെലക്ട് ചെയ്തു. 2.5 ലക്ഷം രൂപയാവും. ഈ സമയം രേവതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഈ സ്വർണം കുറച്ച് എടുത്തിട്ട് അതിന് പകരം ആ സ്വർണം തന്നാൽ മതി എന്ന് പറയാം. അതിനെന്താ എന്ന് പറയണം. അങ്ങനെ അവരത് വാങ്ങാൻ വേണ്ടി ഇരിക്കുവാണ്. ഈ സമയത്ത് ആ സ്വർണം അവർ നോക്കാൻ പോയിട്ട് അവിടുത്തെ ചെറുപ്പക്കാരൻ വന്നിട്ട് ഓണറോട് പറഞ്ഞു, ഇത് സ്വർണ്ണം അല്ലെന്ന് പറയണം, റോൾഡ് ഗോൾഡാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി ഞെട്ടിപ്പോയി. സച്ചിക്കും രേവതിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. എന്ത് ചെയ്യണമെന്ന് അറിയതല്ലാതെ ഒരു നിമിഷം അവർ ഞെട്ടിത്തരിച്ചിരിക്കുക. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഇനി എന്താണ് സുധിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുന്നുണ്ട്, എത്ര വലിയ ചതി അവൻ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം രേവതിയുടെ സച്ചിയുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.